ورحمة الله وبركاته. السعادة بعدما قد قيل حسبك. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه وبعد. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഖാലു നഫ്ഖിദു സുവാഅൽ മലിക് വലിമൻ ജാഅ ബിഹി ഹിംലു ബഈർ വഅന ബിഹി സഈം ഇതാണ് പറഞ്ഞു വച്ചത്. അതിൽ ചില വിഷയങ്ങളാണ് നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാനുള്ളത്. രാജാവിൻ്റെ സിക്കായത്ത്, അതാണ് സുവാഉൽ മലിക്, പാനപാത്രം. അത് ലോഹാങ്കിതായിരുന്നു, സ്വർണ്ണമാണ്, വെള്ളിയാണ് എന്നൊക്കെ പറയപ്പെടുന്നു. എന്തായാലും ഇത് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ വലിമൻ ജാഅ ബിഹി ഹിംലു ബഈരിൻ വഅന ബിഹി സഈം, അത് കൊണ്ടുവരുന്നവർക്ക് ഹിംലു ബഈർ, ഒരൊട്ടകത്തിന് വഹിക്കാനുള്ള ഭക്ഷണ സാധനം പിന്നെ സമ്മാനമുണ്ട് എന്ന് പ്രഖ്യാപനം വന്നു. വഅന ബിഹി സഈം, അത് തരാം എന്നതിന് ഞാൻ സഈമാണ് എന്നുള്ള ഓഫറും വന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ് മനസ്സിലായോ? നമ്മൾ സിക്കായത്ത് സുവാഉൽ മലിക് ഇതൊക്കെ പറഞ്ഞ് അല്ലേ. സിക്കായത്ത് എന്ന് പറഞ്ഞാൽ പാനപാത്രമാണ്, അതിന് മറ്റൊരു പേരാണ് ശരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പേരാണ് സുവാഉൽ മലിക്, രാജാവിൻ്റെ സുവാ. ഈ പാനപാത്രത്തിൻ്റെ പേരായിരുന്നു സുവാ എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അതല്ല, സുവാ എന്ന് പറഞ്ഞാൽ സാൾ, അളവ് പാത്രം, 4 മുദ്ദ് കൊള്ളുന്ന അളവ് പാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പാനപാത്രം കൊണ്ടായിരുന്നു അന്ന് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് നൽകിയിരുന്നത് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ പാനപാത്രത്തിന് ഈ സാ എന്ന് പറയാൻ കാരണം അന്നത്തെ പാനപാത്രത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്താണ്? അതൊരു നിർണിത അളവിലുള്ള പാത്രമായിരുന്നു. ഇപ്പോൾ ഒരു സിക്കായത്തോണ്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരാൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ ഒരാളൊരു സാവ് വെള്ളം കുടിച്ചു എന്ന് അതിൻ്റെ അർത്ഥം. കാരണം ആ പാത്രം ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനത്തെ അളവിലായിരുന്നു. അതുകൊണ്ടാണ് പാനപാത്രത്തിന് സുവാഉൽ മലിക് എന്ന് പറഞ്ഞത്. തുടങ്ങിയ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. പാനപാത്രം അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിവർ പറയാണ്, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലുള്ള ആളുകൾ. എന്നിട്ട് അവർ പറയുന്നത് വലിമൻ ജാഅ ബിഹി, ഈ പാനപാത്രം അത് കൊണ്ടുവരുന്നവനുണ്ട് ഹിംലു ബഈരിൻ. ഹിംലു ബഈർ എന്ന് പറഞ്ഞാൽ ഒരൊട്ടകത്തിന് വഹിക്കാവുന്ന ഭക്ഷണം. കാരണം അന്നത്തെ ഏറ്റവും വലിയ സമ്മാനം എന്താ? അന്നത്തെ ഏറ്റവും വലിയ സമ്മാനം ഭക്ഷ്യവസ്തുക്കളാണ്. ഈജിപ്തിൽ, മിസ്രിൽ. കാരണം മിസ്റിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ പട്ടിണിയാണ്, വറുതിയാണ്, കാർഷിക ഉൽപ്പന്നങ്ങൾ വളരെ ശുഷ്കമാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ സമ്മാനം എന്താണ്? ഭക്ഷ്യവസ്തുക്കളാണ്. അതാണ് ഹിംലു ബഈർ എന്നുണ്ടെങ്കിൽ ഒരൊട്ടകത്തിന് വഹിക്കാനുള്ള ഭാരം എന്നാണ്. ആ ഭാരം എന്താണ്? അത് ഭക്ഷ്യവസ്തുക്കളാണ്. നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളിക്ക് വില കൂടിയപ്പോൾ സമ്മാനം കൊണ്ടുവരുന്നത് ഉള്ളിയാണ്. ഒരു ഉള്ളിയൊക്കെ സമ്മാനമായിട്ട് പോകുക എന്ന് പറഞ്ഞാൽ തന്നെ, ഒരു ഉള്ളി പോകുമ്പോൾ സമ്മാനം കൊടുക്കാറുണ്ട് വലിയ കാര്യമായിട്ട് പരിഗണിച്ചിരുന്നതാണ്. അങ്ങനെ നമ്മൾ ഉള്ളിൻ്റെ വില കൂടിയപ്പോൾ ഇത് തമാശയായിട്ട് ആളുകൾ പറയുന്നതാണത്. അതേപോലെ തന്നെ ഇവിടെ ഇവർക്ക് സമ്മാനം പ്രഖ്യാപിച്ചത് ഇതിനാണ് കർമ്മശാസ്ത്രത്തിൽ അൽ ജുആല എന്ന് പറയാം. അൽ ജുആല എന്ന് പറഞ്ഞെങ്കിൽ ഇത് സമ്മാനം പ്രഖ്യാപിക്കാൻ. നമുക്കെന്തെങ്കിലും ഒരാളൊരു ഖിദ്മത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ സമ്മാനം പ്രഖ്യാപിക്കുക. അത് പൂർവ്വകാലത്തുള്ള ശറയിലുണ്ടായിരുന്നു, അത് നമ്മുടെ ശറയിലുണ്ട്. ഇനി ജുആല, മുക്കാഫ എന്നൊക്കെ പറയാം. മൻ സനാ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഊഹു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരാൾ ഒരു നന്മ ചെയ്താൽ നിങ്ങൾ അയാൾക്ക് എന്ത് ചെയ്യണം? മുക്കാഫ നൽകണം എന്നാണ്. മുക്കാഫ നൽകണം. ഇനി മുക്കാഫ നൽകാൻ ഒന്നുമില്ലെങ്കിൽ എന്താ പറഞ്ഞത്? മുക്കാഫ ഫഇല്ലം തജിദു മാ തുകാഫിഊനഹു ഫദ്ഉല്ലാഹ ലഹു ഹത്താ തറൗ അന്നകും ഖദ് കാഫർതും എന്നാണ്. മുക്കാഫ നൽകി നിങ്ങൾക്ക് ബോധ്യം വരുന്നത് വരെ നിങ്ങൾ അയാൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അതാണ് ഇത് മുക്കാഫ, ജുആല എന്ന് പറഞ്ഞ സമ്മാനം നൽകി. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തും ഈ ജുആലൻ്റെ വിഷയമുണ്ട്. എവിടെയാണ് വായിക്കുന്നത്? ഹത്താ തജഅലു ലനാ ജുഅലൻ. ജുഅല എന്ന് പറയുന്നൊക്കെ സമ്മാനത്തിനെ പറയാം.
നിങ്ങൾ ഞങ്ങൾക്കൊരു സമ്മാനം തരുന്നത് വരെ എന്ന് പറഞ്ഞേ. എവിടെ പറഞ്ഞു? സഹാബികളുടെ ഒരു വിഭാഗം യാത്ര പോയപ്പോൾ ഒരു ഗോത്രത്തലവിന് തേളുകടിയേറ്റ വിഷയം. ആ സംഭവത്തിൽ സഹാബത്ത് യാത്രയിൽ ഭയങ്കര പ്രയാസത്തിലാണ് യാത്ര. അപ്പോൾ ആ ഗോത്രത്തിൽ ചെന്നിട്ട് അവരോട് ഭക്ഷണം ചോദിച്ചു. ഭക്ഷണം ചോദിച്ചപ്പോൾ അവർ ഭക്ഷണം കൊടുത്തില്ല. ഭക്ഷണം അതിന് വരെ ഫിഷ്കന്മാർ പറയുമ്പോൾ അന്ന് വൈഫിൻ്റെ ഹക്കാണ് ആ വൈഫിനെ സ്വീകരിക്കുക, ഭക്ഷണം കൊടുക്കുക എന്നുള്ളത്. വൈഫിൻ്റെ ഹക്ക് എന്ന് പറയുമ്പോൾ നാട്ടിലൊരു അതിഥി വന്നിട്ട് ആ നാട്ടിൽ ഹോട്ടലുകളോ അതേപോലെ തന്നെ താമസിക്കാനുള്ള സൗകര്യങ്ങളോ കാര്യമോ ഇല്ല എങ്കിൽ ഏതൊരു വീട്ടിലാണ് കഥ കൂട്ടുന്നത് ആ വീട്ടുകാർ അയാളെ അതിഥിയായി സ്വീകരിച്ചോളണം. അത് അവകാശമാണ്, അതിഥിൻ്റെ അവകാശം. ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട്, താമസിക്കാനും ലോഡ്ജും കാര്യങ്ങളൊക്കെ എത്തുന്നതൊക്കെയാണ്, അത് വേറെ കാര്യം. പക്ഷേ ഇത് അന്നതിലൊക്കെ നിയമമാണ്. അപ്പോൾ ഇവർ യാത്രയിൽ മരുഭൂമിയിലല്ലേ ഒരു ഗോത്രത്തിലെത്തി അവരോട് ഭക്ഷണം ചോദിച്ച്. അപ്പോൾ അവർ കൊടുത്തില്ല, അവർ ഫിഷിക്കന്മാരായിരുന്നു. അങ്ങനെയാണ് അവരുടെ സയ്യിദിന് തേളുകടി ഏൽക്കുന്നത്. അപ്പോൾ തേളുകടി കേട്ടപ്പോൾ ഇവർ മദീനത്തിൽ നിന്ന് വരിക, നസ്രാശ്രമ തങ്ങളുടെ അടുക്കൽ നിന്ന് വരിക എന്നുള്ളതറിയാം, അവർ മുസ്ലിമും അല്ല. അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളിൽ റുഖിയ ചെയ്യാൻ മന്ത്രിക്കാൻ അറിയുന്നവരുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് മന്ത്രിക്കാൻ അറിയുന്നവർ ഞങ്ങളിലുണ്ട്, പക്ഷേ ഞങ്ങൾ ഇസ്തദഫ്നാക്കും ഫലം തുദയ്യീഫൂന, നിങ്ങളോട് ഞങ്ങൾ ആതിഥ്യം ആവശ്യപ്പെട്ട് പക്ഷേ നിങ്ങൾ ഞങ്ങൾക്ക് ആതിഥ്യം അരുളിയില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മന്ത്രിക്കുന്നവരല്ല. ഹത്ത തജാലു ലന ജുഅലൻ, ഞങ്ങൾക്കൊരു സമ്മാനം തരുന്നത് വരെ, ഞങ്ങൾക്കുള്ള ഒരു സമ്മാനം നിങ്ങൾ തരുന്നത് വരെ. അപ്പോൾ പിന്നെ അവരെന്ത് ചെയ്തു? ഒരു ഖതിയത്തുൽ ഗനം, ആട്ടിൻ പറ്റത്തെ സമ്മാനമായിട്ട് നൽകിയിട്ട് പിന്നെന്ത് ചെയ്തു? ഇവർ റുഖ്യ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. ഏതായാലും അത് പിന്നെ അതാണ് ഈ ജുആല, സമ്മാനിക്കൽ മതമാണ് അടിസ്ഥാനമുള്ളതാണ് എന്നുള്ളതിന് തെളിവാണ് ഈ വചനം. വലിമൻ ജാഅ ബിഹി ഹിംലു ബഈർ. ഹജ്ജാജ് ബിൻ യൂസുഫ് ഭരണം നടത്തിയിരുന്ന കാലത്ത്, അമീറായിരുന്ന കാലത്ത്, അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ ഖാദിം, അദ്ദേഹം ഇറാഖിലായിരുന്നു. അപ്പോൾ അന്നൊരു മത്സരം, ഒട്ടക മത്സരം കണ്ട് സംഘടിപ്പിക്കപ്പെട്ടു. ആ മത്സരം നടത്തിയപ്പോൾ നമുക്ക് അനസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു നോക്കാം, അങ്ങനെ റസൂലുള്ളാഹിന്റെ കാലത്ത് മത്സരം നടത്തിയിട്ട് സമ്മാനം കൊടുത്തിരുന്നോ എന്നുള്ള വിഷയം. റിഹാൻ നടത്തിയിരുന്നോ, പന്തയം നടത്തിയിട്ട് സമ്മാനം കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് ചോദിച്ചു നോക്കാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ എല്ലാവരും അനസ് റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചോദിച്ചു. അനസ് ഭയങ്കര വയസ്സായിട്ട് വാർദ്ധക്യത്തിൽ ഇറാഖിലായിരുന്നു അദ്ദേഹം. അപ്പോൾ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സുബ്ഹ എന്ന പേരിലൊരു ഒട്ടകം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുതിര ഒട്ടകം ഉണ്ടായിരുന്നു. അതിനെ വെച്ചിട്ട് റസൂലുള്ളാഹി എന്ത് ചെയ്തിട്ടുണ്ട്? ആളുകളുടെ പിന്നെ ഒട്ടകങ്ങളുമായിട്ട് മത്സരം നടത്തി. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒട്ടകം മുന്നിലെത്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അങ്ങനെ ഈ പിന്നെ സമ്മാനം വെച്ചുള്ള പന്തയം ഉണ്ടായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു. മനസ്സിലായി? അവിടെ മത്സരാർത്ഥികളുണ്ടല്ലോ, മത്സരാർത്ഥികൾ അവർ എന്ത് ചെയ്യും? പിന്നെ സമ്മാനം വെക്കും, പങ്കെടുക്കുന്ന ആളുകൾ സമ്മാനം വെക്കും. എന്നിട്ട് മത്സരം നടത്തിയിട്ട് ആരാണ് ജയിച്ചത് അയാൾ ഈ സമ്മാനം മുഴുവൻ എടുക്കുകയാണെങ്കിൽ അത് തെറ്റാണ് ഇസ്ലാമിൽ. അതൊരു തരം പിന്നെ മൈസർ, ചൂതാട്ടം പോലെയാണ്. അതേസമയം സമ്മാനം എന്ത് ചെയ്യുക? വേറൊരാൾ സ്പോൺസർ ചെയ്യാണ്, ഇവരല്ലാത്തവർ, അല്ലെങ്കിൽ ഇവരെല്ലാം ഒരാൾ സ്പോൺസർ ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അത് അനുവദനീയമാണ്. ഇത് മറ്റേത് തന്നെയാണ്, മറ്റേത് ചൂതാട്ടം പോലെയാണ്. ഇവർ എന്ത് ചെയ്യുക? ഈ സമ്മാനം മത്സരാർത്ഥികൾ വെക്കുകയും എന്നിട്ട് മത്സരം നടത്തിയിട്ട് ജയിക്കുന്നവൻ എല്ലാ സമ്മാനം കൊടുത്തു പോകുന്ന ഇതുണ്ടല്ലോ, അത് ഇസ്ലാമിക് ചൂതാട്ടത്തിൻ്റെ വകുപ്പിലാണ്. അത് തെറ്റാണ്. അതേസമയം സമ്മാനം ഒന്നുമില്ലെങ്കിൽ മറ്റുള്ളവരാൾ നിശ്ചയിക്കപ്പെട്ടു, അല്ലെങ്കിൽ ഒരാൾ നിശ്ചയിക്കപ്പെട്ടു, എന്നിട്ട് മത്സരം നടത്തിയിട്ട് ജയിക്കുന്നവർക്ക് അവർ സമ്മാനം കൊടുക്കുകയാണെങ്കിൽ അത് ഇസ്ലാമിൽ അനുവദനീയമാണ്. അതിന് ജുഅൽ എന്നാണ് പറയുക. അത്ര ജുആല ഫിഖിൽ വലിയ ഒരു അധ്യായമാണ് കിതാബുൽ ജുആല. പിന്നെ മറ്റൊരു അധ്യായമാണ് ഈ വിഷയത്തിൽ, മറ്റൊരു വിഷയമാണ് വാന ബിഹി സഈം. സഈം, ഞാൻ അതിന് സഈമാണ് എന്ന് പറയണം. ഈ വിളിച്ച് പറയുന്ന ആളായിരിക്കും ഈ പറയുന്നത്, അല്ലെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. വാന, ഞാൻ ബിഹി, ബിഹി എന്ന് പറഞ്ഞാൽ എന്താ? ഈ സമ്മാനത്തിന് ഹിംലു ബഈർ, സമ്മാനം തരാമെന്നുള്ളതിന് ഞാൻ സഈമാണെന്നാണ്. സഈം എന്ന് പറഞ്ഞാൽ കഫീൽ അല്ലെങ്കിൽ ബാമിൻ. ഇതിനാണ് കെഫാലത്ത് എന്ന് പറയാം. കെഫാലത്ത് അല്ലെങ്കിൽ അബ്ദിമാൻ എന്ന് പറയും. ഈ സമ്മാനം പ്രഖ്യാപിക്കണമായിരിക്കാണ്. ഇതുവരെ ഈ പിന്നെ ഇത് സുവാഉൽ മലിക്ക് കിട്ടിയിട്ടില്ല. ആരാണ് അത് കൊണ്ടുവരുന്നത് അയാൾക്ക് സമ്മാനം ഉണ്ട് എന്നാണ്.
ഇതല്ലേ, ആ സമ്മാനം തരാം എന്നതിന് ഞാൻ സഈം എന്നാണ്, ഞാൻ സ്പോൺസർ കഫീലാണെന്ന് പറയണം, അല്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏൽക്കുകയാണെന്ന് പറയണം ഒരാൾ. അങ്ങനെ ഉത്തരവാദിത്വം ഏൽക്കുന്നതിനാണ് കഫാലത്ത് അല്ലെങ്കിൽ വിമാൻ എന്ന് പറയാം. ഫിഖ്ഹിൽ കർമ്മശാസ്ത്രത്തിൽ വിമാൻ കഫാലത്ത്. ഇന്ന് കഫാലത്തും ഇപ്പോൾ ഈ ആധുനിക കർമ്മശാസ്ത്ര മേഖലയിൽ ഷറഈ കോർട്ടിലും അതേപോലെ തന്നെ ഈ ഇടപാടുകളിലൊക്കെ കഫാലത്തും വിമാനും ഒന്ന് തന്നെയാണ്, ഒരേ ഇതിലാണ് പറയാം. പക്ഷെ ഫിഖ്ഹിൽ സൂക്ഷ്മമായി നോക്കുമ്പോൾ ഒരു വ്യക്തിയെ കോർട്ടിലേക്ക് എത്തിക്കുക അല്ലെങ്കിൽ പിന്നെ ജനസമക്ഷം എത്തിക്കുക, അതിൻ്റെ സ്പോൺസർ ഏൽക്കുന്നതിനാണ് കഫാലത്ത് എന്ന് പറയാം. വ്യക്തിയെ ഇൽത്തിസാമു ഇഹ്മാരി ഷഖ്സിൻ, ഒരു വ്യക്തിയെ ഞാൻ എത്തിക്കാം എന്ന് സ്പോൺസർ ചെയ്യുമ്പോൾ എന്ന് ഏൽക്കുമ്പോൾ അതിന് കഫാലത്ത് എന്ന് പറയും. ഒരു സമ്പത്ത് ഇൽത്തിസാമു മാലി, സമ്പത്ത് ഏൽക്കുക, ഓനായി തന്നിട്ടില്ലെങ്കിൽ ഞാനായി തരാമെന്ന് പറയാം. അതിനാണ് വിമാൻ എന്ന് പറയാം. കഫാലത്തിൽ വ്യക്തിയെ എത്തിക്കലാണ്, വിമാനിൽ കാശ് ഏൽക്കലാണ് വിമാൻ. നിസ്ലാസം അതൊക്കെ പറഞ്ഞിട്ട് അബ്ബാമിനു ഹാരിമുൻ, ബാമിന് ഹാരിമെന്നാണ് എന്താ, ഉത്തരവാദിത്തമേറ്റവൻ കടക്കാരനാണ്, ഓൻ കൊടുത്തോളണം. ഒരാൾ പറയാണ് ഓൻ തന്നിട്ടില്ലെങ്കിൽ ഞാൻ തരും നടത്തണമെങ്കിൽ, ഓനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഇവരെ പിടിക്കാം. നിസ്ലാസന്മാത്തങ്ങൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ക്ലാസ്സിലല്ലേ പറഞ്ഞേ, 10 ദിർഹമിൻ്റെ ഉത്തരവാദിത്തം ഏറ്റപ്പോൾ അയാൾ നേരെ വന്ന നിസ്ലാസന്മാത്തങ്ങളുടെ അടുക്കലേക്കല്ലേ. സഈം എന്നുള്ളതിന് പല അർത്ഥത്തിൽ പറയും. നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ, എന്താ പറഞ്ഞ ഒരു സംഭവം, മൻ ഖാല ഇദാ അസ്ബഹ്, നേരം വരുമ്പോൾ ഒരാൾ പറഞ്ഞാൽ, എന്ത് പറഞ്ഞാൽ, റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ. രാവിലെ ഒരാൾ റദീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ നബിയ എന്ന് പറഞ്ഞാൽ നിസ്ലാസ്ലം മതങ്ങൾ പറയണം, അന സഈമു ലിആഖുദ ബിയദിഹി ഹത്താ ഉദ്ഖിലഹുൽ ജന്ന എന്നാണ്. ഞാൻ സഈമാണ്, ഞാൻ അവൻ്റെ കൈ പിടിക്കും എന്നിട്ട് സ്വർഗത്തിൽ അവനെ പ്രവേശിപ്പിക്കും എന്നതിന് ഞാൻ സഈമാണ് എന്ന് പറയാം. അതൊക്കെയുള്ള എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു കഫാലത്ത് ഏറ്റതുപോലെ പറയാം. അതേപോലെ തന്നെ ഒരു ഹദീസിൽ അന സഈമുൻ ബിബൈത്തിൻ ഫി റബദിൽ ജന്ന, സ്വർഗത്തിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ ഒരു വീട് നൽകാം എന്നതിന് ഞാൻ സഈമാണ്, ഞാൻ വാക്ക് നൽകുകയാണ്. ആർക്കാ അത്? പിന്നെ പറയണം വാന സഈമുൻ ഫി വസത്തിൽ ബിബൈത്തിൻ ഫി വസത്തിൽ ജന്ന, സ്വർഗത്തിൻ്റെ മധ്യത്തിൽ ഒരാൾക്കൊരു വീട് നൽകുമെന്നത് ഞാൻ സഈമാണെന്ന് പറയാം. പിന്നെ പറയാണ് വാന സഈമുൻ ബിബൈത്തിൻ ഫി ആലൽ ജന്ന, സ്വർഗത്തിൻ്റെ അത്യുന്നതങ്ങളിൽ ഒരു വീട് നൽകാമെന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്, വാക്ക് നൽകുകയാണ് എന്ന് റസൂലുള്ളാഹി പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കാണ് പറഞ്ഞത്? റബദുൽ ബൈത്ത്, ജന്നയിൽ വീട് നൽകാമെന്ന് പറഞ്ഞത് ലിമൻ തറക്കൽ മിറ എന്ന് പറഞ്ഞാൽ കുതർക്കം ഒഴിവാക്കുന്നവർക്ക് വീട് നൽകാമെന്നതിന് ഞാൻ സഈമാണ്, സ്വർഗത്തിൻ്റെ ചുറ്റുഭാഗങ്ങളിൽ. പിന്നെ വസത്തുൽ ജന്നയിൽ വീട് നൽകാമെന്നതിന് സഈം ലിമൻ തറക്കൽ കെദിബ് വലൗ കാന മസിഹൻ, തമാശക്കാണെങ്കിലും കളവ് പറയാത്തവർക്ക് സ്വർഗത്തിൻ്റെ മധ്യത്തിലൊരു വീട് നൽകാമെന്നതിന് ഞാൻ സഈമാണെന്ന് പറയും. പിന്നെ അന സഈമുൻ ബൈത്തുൽ ജന്ന ഫി ആലൽ ജന്ന, സ്വർഗത്തിന് ഉന്നതങ്ങളിലൊരു വീട് നൽകാമെന്നതിന് ഞാൻ സഈമാണ്. ആർക്ക്? ലിമൻ ഹസ്സന ഖുലുഖഹു, സ്വഭാവം നന്നാക്കിയവർക്ക്, സൽസ്വഭാവികൾക്ക്. ഇപ്പോൾ സൽസ്വഭാവി, കളവ് പറയാത്തവർ, പിന്നെ കുതർക്കം ഒഴിവാക്കുന്നവർ, അവർക്കാണ് നിസ്ലാസ് മതങ്ങൾ ഇവിടെ ഞാൻ അവർക്ക് വീട് നൽകാമെന്നതിന് സഈം എന്ന് പറഞ്ഞത്. പക്ഷേ ഇവിടെ സഈം, കഫീൽ, ബാമിൻ, അതേപോലെ ഹമീൽ എന്നൊക്കെ അതിന് പര്യായ പദങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ നോക്കി നിങ്ങൾ, ഈ സമ്മാനം ഇത് കൊണ്ടുവരുന്നവർക്ക് നൽകും എന്നതിന് ഞാൻ കഫീലാണെന്ന് പറയുന്നു, ഞാൻ അതിൻ്റെ ബാമിൻ, ഉത്തരവാദി എന്ന് പറയുന്നു. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാം, ഇവിടുന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ അടുക്കലേക്ക് വരാം എന്നാണ് അവിടെ പറയുന്നത്. കഫാലത്തും വിമാനും ഭയങ്കര മസാലകളുടെ വിഷയമാണത്. ഇവിടെ ആളെ ഹാജരാക്കലാണ്, പണ്ട് കാലം മുതലേ എൻ്റെ ആളെ ഹാജരാക്കണ വിഷയം. ഞാൻ ഇവിടെ മുമ്പ് പറഞ്ഞില്ലേ ഒരു കഥ, അൽ മുൻദിർ ഇബ്നു നുഅ്മാൻ ഇബ്നുൽ മുൻദിറുൽ ലഖ്മി, രാജാവിന് 2 ദിവസങ്ങളുണ്ടായിരുന്നു. ഒന്ന് യൗമു നിഅമത്തിൻ, പിന്നെ ഒന്ന് യൗമു ബുഅ്സിൻ. ഒന്ന് യൗമു സുറൂർ, അദ്ദേഹത്തിൻ്റെ സന്തോഷ ദിവസമാണ്. അന്ന് നുഅ്മാൻ ഇബ്നുൽ മുൻദിർ രാജാവ്
നേരം വെളുക്കുമ്പോൾ കൊട്ടാരത്തിലുണ്ടല്ലോ എന്നുള്ളൂ. എന്നിട്ട് ആരാണോ കൊട്ടാരത്തിലേക്ക് വരുന്നത് അവർക്കൊക്കെ വേണ്ടത്ര നൽകും, പാരിതോഷികങ്ങളും കാര്യങ്ങളും നൽകും, അവരെ ആദരിക്കും അനുഗ്രഹിക്കും വിടും. എന്നാൽ യോം ബൂസ് മുൻദിർ ബിൻ നുഅ്മാൻ രാജാവിൻ്റെ ബൂസിൻ്റെ ദിവസം, ബൂസ് എന്ന് പറഞ്ഞെങ്കിൽ ശകുന ദിവസമാണ്. ശകുന ദിവസത്തിൽ ആരാണോ ആദ്യം വരുന്നത് അയാളെ പിടിച്ചിട്ട് കൊല്ലുന്നു മാത്രമല്ല, ഈ നുഅ്മാൻ ഇബ്നു മുൻദിർ രാജാവിന് പിന്നെ 2 കൂട്ടുകാരെ അയാൾ കാരണത്താൽ കൊല്ലപ്പെട്ടൊരു വിഷയമുണ്ട്. അയാളുടെ ശവകുടീര ആ 2 പേരുടെ ശവകുടീരത്തിൽ രക്തം ഒഴുക്കുകയും ചെയ്യും. അതായിരുന്നു അയാളുടെ ഒരു വിഷയമാണത്. ഇസ്ലാമിന് ഇത്രയും മുമ്പ് ലഹമികൾ ഭരണം നടത്തിയിരുന്നു ഷാമിൻ്റെ ഭാഗത്ത്. അന്ന് ഷീറയുടെ ഭരണാധികാരിയായിരുന്നു ഈ മുൻദിർ ബിൻ നുഅ്മാൻ എന്ന, അല്ലെങ്കിൽ നുഅ്മാൻ ഇബ്നു മുൻദിർ അൽ ലഹമി എന്ന് പറയുന്ന രാജാവ്. വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കഫാലത്തിൻ്റെ വിഷയം അല്ലെങ്കിൽ ദിമാൻ്റെ വിഷയം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഈ നുഅ്മാൻ ഇബ്നു മുൻദിർ രാജാവ് നായാടാൻ പോയി, പരിവാരത്തോടൊപ്പം നായാടാൻ പോയി. അങ്ങനെ നായാടാൻ പോയപ്പോൾ ഒരു ശക്തമായ കാറ്റ് വന്ന് പിന്നെ കാറ്റും മണലും ഒക്കെ അടിച്ച് വീശി, അങ്ങനെ രാജാവ് പരിവാരങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടു. പരിവാരങ്ങൾക്ക് രാജാവിനെ പിടികൂടാൻ പറ്റില്ല, ഇവർ ഒറ്റപ്പെട്ട് ആകെ അല്ലിച്ചില്ലയായി. അങ്ങനെ ഈ നുഅ്മാൻ ഇബ്നു മുൻദിർ രാജാവ് ബംറ അത്തായി എന്ന് പറയുന്ന ഒരാളുടെ പിന്നെ കുടിലിനടുത്ത് അടുത്തെത്തി, ഒറ്റപ്പെട്ടിട്ട് അടുത്തെത്തി, ബംറയുടെ കുടിലിനടുത്തെത്തി. അപ്പോഴത്തേക്ക് ഇരുട്ടായി. അപ്പോൾ രാജാവ് പിന്നെ എന്ത് ചെയ്തു, ആ കുടിലിലേക്ക് ചെന്നിട്ട് അവിടെ മുട്ടി പിന്നെ അഭയം ചോദിക്കാണ്, പുലരുവോളം ഇവിടെ നിന്ന് താമസിക്കണം സമ്മതിക്കുകയും ചോദിക്കുകയാണ്. അപ്പോൾ ബംറത്തായിക്ക് ആളറിയില്ല കേട്ടോ, രാജാവിനെ അറിയില്ല. ഇതെല്ലാം അഭയം കൊടുത്ത് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്ത്, ഒരാടെ ഉണ്ടായിരുന്നുള്ള ആടിനെ അറുത്തിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് അരച്ചു ഉഷാറാക്കി കൊടുത്തിരുന്നാണ്. അങ്ങനെ നേരം വെളുത്തിട്ട് രാജാവ് എന്ത് ചെയ്യാണ്, പിന്നെ അപ്പോഴത്തേക്ക് പരിവാരം എത്തി, രാജാവിനെ അന്വേഷിച്ചിട്ട് പരിവാരം എത്തിയപ്പോൾ രാജാവ് അവരുടെ കൂടെ ഇറങ്ങി പോരും പറഞ്ഞ്, ഞാൻ ഷീറ ഭരിക്കുന്ന രാജാവ് അൽ മുൻദിർ ബിൻ നുഅ്മാൻ ബിൻ മുൻദിറാണ്, നിങ്ങൾക്ക് എന്താവശ്യമുണ്ടോ നിങ്ങൾ കൊട്ടാരത്തിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇവരോട് പറഞ്ഞിട്ട് പിന്നെ ബംറല്ല ഹമ്മല അത്തായിയാണ്. ഞാൻ ബംറ അത്തായി എന്ന് പറഞ്ഞല്ല, ഹമ്മല അത്തായി എന്ന് പറയുന്ന ഒരു അറാബിയാണ്. അറാബിനോട് പറയുകയാണ്, അറാബി നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഷീറയിൽ കൊട്ടാരത്തിൽ വന്നാൽ മതി, ഞാൻ രാജാവാണ് എന്ന് പറഞ്ഞാണ് പിന്നെ പോണത്. അങ്ങനെ വർഷക്കാലങ്ങൾ കഴിഞ്ഞ് ഈ ഹമ്മലത്തായിയും കുടുംബവും വലിയൊരു പട്ടിണിയിൽ വറുതിയിലാകപ്പെട്ടു. അപ്പോൾ ഈ ഹമ്മലയുടെ ഭാര്യ പറഞ്ഞ്, പണ്ട് രാജാവ് പറഞ്ഞിട്ടില്ല എന്താവശ്യമുണ്ടെങ്കിലും നിങ്ങളോട് ചെല്ലാൻ, അപ്പോൾ നിങ്ങൾ കൊട്ടാരത്തിൽ പോയി നോക്കി, രാജാവ് നിങ്ങളെ പരിഗണിക്കുമെന്ന് പറയാൻ. അങ്ങനെ പിന്നെ ഹംബല ഭാര്യ പറഞ്ഞനുസരിച്ചിട്ട് പോവുകയാണ്. ഹീറയിൽ പോയി കൊട്ടാരത്തിലേക്ക് ചെല്ലുന്ന അന്ന് രാജാവിൻ്റെ യൗമു ബൂസാണ്. യൗമു ബൂസ് എന്ന് പറഞ്ഞെങ്കിൽ ആദ്യം ആരെയാണ് രാജാവ് കാരണം ശബ്ദം ചെയ്തത്, നേർച്ചയാണ്, അയാളെ കൊല്ലുക, എന്നിട്ട് ആ രക്തം 2 കവറിൽ ഭാര്യ എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ രാജാവ് ആദ്യം വരുന്ന ആളെ എതിരേൽക്കാൻ വേണ്ടിയിട്ട് കൊട്ടാരത്തിൽ ഇരിക്കുന്ന സമയത്താണ് ഇയാൾ ചെല്ലുന്നത്, ഹമ്മലത്തായി വല്ലതും തരണേ അബ്ദ് ചെല്ലുന്നത്. രാജാവിനെ കണ്ടേക്കിന് മനസ്സിലായി, കാരണം അതൊരിക്കലും മറക്കാത്തൊരു സഹായമല്ലേ. പക്ഷെ രാജാവ് ആകെ പരവശനായി ഇയാൾ വന്നപ്പോൾ, കാരണം ആ പ്രത്യുപകാരത്തിന് ഇയാളെ കൊല്ലേണ്ടി വരികയല്ലേ. രാജാവ് തീരുമാനിച്ച് നടപ്പിലാക്കുകയാണ് ചെയ്യുക. അപ്പോൾ രാജാവ്, ഹമ്മല നിങ്ങൾ എന്തിനാണ് ഇന്ന് വന്നത്, നിങ്ങൾക്കറിയില്ലേ ഇന്നത്തെ ദിവസം ഏതാണെന്ന്? അപ്പം എനിക്കറിയില്ല രാജാവേ എന്ന് പറയണം. എന്നാൽ എനിക്ക് വല്ല വസീയത്തും പറയാണ്ടെങ്കിൽ ഇവിടെ പറഞ്ഞോ, എന്നിട്ട് ഒരുങ്ങിക്കോ എന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയാണ്, ഞാൻ എൻ്റെ വീട്ടിൽ പരിവട്ടാണ്, പട്ടിണിയാണ്, എൻ്റെ ഭാര്യ പറഞ്ഞനുസരിച്ച് വന്നാണ്, എനിക്ക് മക്കളുണ്ട്, അതുകൊണ്ട് രാജാവ് എന്ത് ചെയ്യണം, പിന്നെ എന്നെ വധിക്കണം എന്നുള്ളത് സുനിശ്ചിതമാണ് എങ്കിൽ പിന്നെ ഞാൻ വരൂ. പക്ഷേ എൻ്റെ മക്കളുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കിയിട്ട് അവരുടെ കാര്യങ്ങളൊക്കെ തരപ്പെടുത്തിയതിന് ശേഷം ഞാൻ അടുത്ത വർഷം ഇതേ ദിവസം യൗമു ബൂസിൽ വരും, എന്നിട്ട് നിങ്ങൾക്ക് എന്നെ വധിക്കാമെന്ന് പറയണം. അപ്പോൾ ആളുകളൊക്കെ ഇടപെട്ടിട്ട് അത് സമ്മതിക്കാണ്. രാജാവും സമ്മതിച്ചു. എന്നാൽ 1 വർഷം, പക്ഷേ എന്ത് വേണം, നീ പോകണമെങ്കിൽ ഇവിടെ കഫീൽ വേണം. കഫീൽ നമ്പറല്ലേ, ആളെ ഹാജരാക്കലാണ് കഫീൽ, പണം ഏറ്റെടുക്കലാണ് വിമാൻ. ഇന്നങ്ങനെയല്ല കേട്ടോ, ഇന്ന് 2 തന്നെയാണ്. ഇന്ന് കഫാലത്ത് ചേർത്ത് ആളെ ഏൽക്കലാണ് നമ്മളിത് പറ്റൂല. ഇന്ന് നമ്മൾ ഈ കഫാലത്തിൻ്റെ ബന്ധുകൾ നോക്കണം. ശരി, അപ്പോൾ വിമാനവും കഫാലത്തൊക്കെ അതാണ്. ഏതായാലും കഫീലിന് ആവശ്യപ്പെട്ടു രാജാവ്. അപ്പോൾ വലിയ സംഭവങ്ങൾ അവിടെ അരങ്ങേറി. ഏതായാലും ഒരാൾ ഷെരീഖ്
ഇബ്നു അംർ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്ത് ചെയ്യണം, അയാളെ ഏൽക്കണം, ഞാൻ കഫീലാണെന്ന് പറയും. അങ്ങനെ ഇയാൾ പോയി പിന്നെ യൗംബൂസ് വരുന്നതിൻ്റെ തലേന്ന് രാജാവ് എൻ്റെ പ്രാർത്ഥന മുഴുവൻ വരാതെ ഇരിക്കട്ടെ എന്നാണ്, പകരം ഇവനെ വെട്ടണം എന്നാണ്, ശരീക്കനെ വെട്ടണം, മറ്റവൻ വരരുത് എന്നാണ്. അപ്പോൾ ശരീക്കിനോട് പറയുന്നത് നാളെ നിന്നെ രാവിലെ തന്നെ കഴിക്കുമെന്ന് പറയാൻ. അപ്പോൾ ഇങ്ങനെ പറയുന്നത് ലന്നകദൻ ലിനാദിരിഹി കരീബു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന കവിത ഒക്കെ കാണാം. എന്തായാലും നേരം വെളുത്ത് രാജാവ് വന്നിട്ടില്ല. അപ്പോൾ രാജാവ് എന്ത് ചെയ്യാണ്, ഇവനെ വെട്ടാൻ തീരുമാനിക്കുകയാണ്. പക്ഷേ ആളുകൾ പറഞ്ഞു പറ്റില്ല, കാരണം ഈ ദിവസം അസ്തമിക്കുമ്പോഴാണ് തീരുക, അതുകൊണ്ട് രാവിലെ തന്നെ പനി പറ്റില്ല. അസ്തമിച്ചിട്ട് വന്നിട്ടില്ലെങ്കിലാണ് എന്ത് ചെയ്യേണ്ടത്, നടപ്പിലാക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് പിന്നെ ആളുകളൊക്കെ കൊട്ടാരത്തിലൊക്കെ ഇടപെട്ടപ്പോൾ പിന്നെ അസ്തമിക്കാനാകുമ്പോഴും എല്ലാവരും മനസ്സിലായേ ഇവൻ വരുന്ന വഴി പ്രതീക്ഷ നോക്കി നിൽക്കണം. അപ്പോൾ പിന്നെ പെട്ടെന്ന് രാജാവിന് ഈ പണി തീർക്കണം, പക്ഷേ അസ്തമിക്കാൻ ഇങ്ങനെ കത്തിക്കണം. അപ്പോഴാണ് ഒരാൾ തൻ്റെ ഒട്ടകപ്പുറത്ത് എന്നെ കിതച്ച് കുതിച്ച് വരുന്നത് വിദൂരതയിൽ നിന്ന് കാണാൻ. അയാൾ വരെ എത്തോളം ക്ഷമിക്കാൻ പറഞ്ഞ രാജാവിനോട്. എപ്പം ഇയാളാണ് ഹംബലത്തായിയാണ്. അപ്പോൾ ഹംബലയോട് ചോദിക്കാൻ, ഹംബല നീ എങ്ങനെയെങ്കിലും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിട്ടത്, പക്ഷെ നീ എന്തുകൊണ്ട്, നിനക്കറിയാലോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ജീവൻ പോകുന്നു, എന്തുകൊണ്ട് നീ വന്നുവാണപ്പോൾ? അയ്യുഹൽ മലിക് അൽ വഫ, രാജാവേ വാക്ക് പറഞ്ഞാൽ വാക്ക്, അതിൻ്റെ പാലനത്തിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ പിന്നെ ഇവനോട് ചോദിക്കാൻ, ശരീക്ക് നിൻ്റെ ജീവൻ കൂടെ പ്രശ്നമാണ്, അപരിചിതനാണ്, അകലെ നിന്ന് വന്നവനാണ്, നീ ഇതെന്തൊക്കെ എടുത്തു നോക്കാൻ. അപ്പോഴും ഓനും പറയാണ് ഇതും വഫ, ഒരാളോടുള്ള വഫ വേണോ. അപ്പോൾ ഇത് രണ്ടാളുടെ ഈ പ്രതികരണപ്പെട്ട രാജാവ് പറയാണ്, മാ കൂനു അൽ അമശ സലാസ അല്ലെങ്കിൽ അഷ് അമ സലാസ, നമ്മൾ 3 ആളുകളാണ്, ഈ 3 ആളുകളിൽ ഏറ്റവും വലിയ നീചൻ ഒരിക്കലും ഞാനാകാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് രാജാവ് 2 ആളെയും വെറുതെ വിട്ടു. അന്നത്തതോട് കൂടിയിട്ട് യൗമുൽ ബഅസും നിർത്തി എന്നുള്ളതാണ്, തീർന്നു. മുന്തിർ രാജാവ് ഈ പരിപാടി നുഅ്മാൻ ഇബ്നു മുന്തിർ ആ ഒരു ഇതോട് കൂടിയിട്ട് അത് പരിപാടി നിർത്തി എന്നുള്ളതാണ്. എന്നിട്ട് വിഷയം ഞാൻ പറഞ്ഞത് ഇതാണ്, ഈ കഫാലത്തിൻ്റെ വിഷയം, അതേപോലെ ഈമാൻ്റെ വിഷയം. അത് നമ്മുടെ ഷറായിലും മനസ്സിലായ, നമ്മുടെ ഷറായിലും അത് ഉണ്ട് എന്നുള്ളതാണ്. ഏതായാലും അത് പിന്നെ നമ്മുടെ പൂർവികരുടെ ഷറാണ്, ഷറവും മെൻകാൻ അക്കബിലന, നമ്മുടെ മുമ്പുള്ളവരുടെ ദീനാണ്, ശരീഅത്താണ്. അത് തുടർന്ന് വന്നു നമ്മുടെ ശരീഅത്തിലും അതുണ്ട്. ഈ ആയത്താണ് കഫാലത്തിനും വിമാനിനും തെളിവ്. നമ്മൾ ഫിഖ്ഹി കിതാബുകളിൽ കിതാബുൽ കഫാല, കിതാബുൽ വിമാൻ, കർമ്മശാസ്ത്രത്തിൽ വലിയൊരു കിതാബാണ് അൽ മുആമലാത്ത്. മുആമല എന്ന് പറഞ്ഞാൽ എന്താ? ഇടപാടുകൾ, കൊള്ളക്കൊടുപ്പുകൾ. ഈ കൊള്ളക്കൊടുപ്പുകളിൽ ഇടപാടുകളിൽ നമ്മൾ കിതാബുൽ ബൈ, പിന്നെ കിതാബുൽ റിബ, അതേപോലെ തന്നെ പിന്നെ ഇതൊക്കെ ഉണ്ട്, കിതാബു സലം, കിതാബുൽ ജുആല, കിതാബുൽ കഫാല, കിതാബുൽ ബമാൻ, കിതാബുൽ വക്കാല, ഇങ്ങനെ മുസാഖാത്ത്, മുസാറഹത്ത്, ഇങ്ങനെ കുറേ അധ്യായങ്ങൾ നമുക്ക് പിന്നെ പല മസാലകളും ഉള്ളത് പിന്നെ ഫിഖ്ഹി കിതാബുകൾ വായിക്കാം. അതിൽ കഫാലത്തും ഈമാനും അതിൻ്റെ വിശുദ്ധ ഖുർആനിലെ തെളിവിതാണ്. വലിമൻ ജാഅ ബിഹി ഹിംലു ബഈരിൻ വ അന ബിഹി സഗീർ. അതിൻ്റെ തുടർച്ചയിൽ ഖാലു അവർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആര് പറഞ്ഞു? ഇവർ യദുഹൽ ഈർ എന്ന് പറഞ്ഞില്ലേ, ഈർ എന്ന് പറഞ്ഞില്ലേ, ഈ യാത്രാ സംഘം അഥവാ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ സഹോദരങ്ങൾ ബിന്യാമീൻ ഉൾപ്പെടെ 11 പേർ. അവർ പറഞ്ഞു, ഖാലു അവർ പറഞ്ഞു, തല്ലാഹി ലഖദ് അലിംതും മാ ജീനാ ലിനുഫ്സിദ ഫിൽ അർദ് വമാ കുന്നാ സാരിഖീൻ. ഖാലു അവർ പറഞ്ഞു, സഹോദരങ്ങൾ പറഞ്ഞു, തല്ലാഹി. എന്താ തല്ലാഹി? തല്ലാഹി എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ് സത്യം. ഈ പിന്നെ സത്യം ചെയ്യാൻ അള്ളാഹുവിൽ സത്യം ചെയ്യാൻ വല്ലാഹി പ്രയോഗിക്കും, അല്ലെങ്കിൽ ബില്ലാഹി പ്രയോഗിക്കും, അല്ലെങ്കിൽ തല്ലാഹി പ്രയോഗിക്കും. വല്ലാഹ് അള്ളാഹുവാണ് സത്യം, അല്ലെങ്കിൽ ബില്ലാ അള്ളാഹുവാണ് സത്യം, തല്ല അതേപോലെ തന്നെ.
പക്ഷെ തള്ള എന്നുള്ളത് കൊണ്ടുള്ള സത്യം ഉണ്ടല്ലോ സൂറത്ത് യൂസുഫിൽ ഇനിയും വരുന്നുണ്ട് കൂടി ഒരിക്കൽ കൂടി തല്ലാഹി തസ്കുറു യൂസുഫ് എന്ന് പറയുന്നുണ്ട്. ഈ തല്ലാഹി എന്നുള്ളത് കൊണ്ട് സത്യം ചെയ്യുന്നത് തന്നെ എന്തിനാ ഒരു കാര്യം എന്തിനാ സത്യം ചെയ്യണത്? അത് തീർപ്പാക്കാനും ഉറപ്പാക്കാനാണ്. വല്ലാഹി എന്ന് പറഞ്ഞെങ്കിൽ പക്ഷെ അത് തല്ലാഹി വെച്ച് ആകുമ്പോൾ അത് കൂടുതൽ ഗൗരവപ്പെട്ട വിഷയം, കൂടുതൽ മനസ്സിൽ ഉറക്കേണ്ട ഒരു വിഷയം. അതിനാണ് ഈ തല്ലാഹി പ്രയോഗിക്കുക. തല്ലാഹി വരിക ബില്ലാഹിയും വല്ലാഹിയും ഒക്കെ സത്യത്തിന് പറയും. പക്ഷെ തല്ലാഹി വെച്ചാകുമ്പോൾ അതുകൊണ്ട് ഉറപ്പിക്കുന്ന കാര്യം ഉണ്ടല്ലോ അത് കൂടുതൽ ഗൗരവപ്പെട്ടതായിരിക്കും. തല്ലാഹില അക്കീദന്ന ലി അസ്നാനിക്കും തല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. വല്ലാഹിയും ബില്ലാഹിയൊക്കെ കുറേ പ്രയോഗമുണ്ട്. പക്ഷെ തല്ലാഹി വിരളാണ്. തല്ലാഹി വിരള തല്ലാഹി വെച്ചിട്ട് എന്താണോ സത്യം ചെയ്ത് പറയുന്നത് ആ കാര്യം. ഇപ്പോൾ ഈ ഖന്തഖ് യുദ്ധത്തിൽ കിടങ്ങ് കുഴിക്കുമ്പോൾ അവിടെ വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന എന്ന് കവിത ഉണ്ട്. നിസ്ലാസ്ലം മതങ്ങളാണ് അത് പാടുന്നത്. സഹാബികൾ ഇങ്ങനെ കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കിടങ്ങ് കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വറബിയല്ലേ, ഭയങ്കര പട്ടിണിയാണ്. പിന്നെ പട്ടിണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനത്തെ പട്ടിണി? നിസ്ലാസ്ലം മതങ്ങൾ 2 കല്ല് വയറ്റിൽ കെട്ടി എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ. നമ്മൾ വിശന്നാൽ എന്താ ചെയ്യുക? വിശന്നാൽ നമ്മൾ ചുരുണ്ട് കിടക്കും അല്ലേ, അമർത്തി ചുരുണ്ട് കിടക്കും. എന്നാൽ വയറ്റിനൊരു അമർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിശപ്പിൻ്റെ ഒരു തീവ്രതയ്ക്ക് ഒരു ഇതുണ്ടാവും, നമ്മളത് ചെയ്യും. ഇനിയിപ്പോൾ അതിലേറെ വേദനയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആളുകളും ചെയ്യും. നമുക്കൊന്നും ആ ഗതി ഉണ്ടായിട്ടില്ല, അള്ളാഹു കാക്കട്ടെ, അൽഹംദുലില്ലാ. ചിലരെന്തെങ്കിലും ഇങ്ങനെ വയറ്റത്ത് കെട്ടും, മുറുക്കി കൊടുക്കും, അല്ലെങ്കിൽ തുണി വെച്ച് കെട്ടും. കാരണം ഒരു വിശന്ന് ഒട്ടിയിട്ട് ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട്, താക്കത്ത് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കിട്ടും. അങ്ങനെ ആരെങ്കിലും കിട്ടി നമ്മളെ കൂട്ടത്തിൽ ഉണ്ടാവില്ല. ചിലപ്പം വിശന്നിട്ട് ചിലപ്പോൾ ചുരുണ്ടി ഇറന്നതെന്ന് വരും, കവുന്ന് ഇറന്നതെന്ന് വരും, അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ വയറ്റത്തിൽ തുണി കെട്ടുക എന്നുള്ളതൊന്ന് ആലോചിച്ച് നോക്കി. അത് വലിയ വിഷമിനാണ് അത് സൂചിപ്പിക്കണത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുണി കെട്ടുമ്പോൾ കല്ല് വെച്ച് കെട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എന്താ വിശപ്പ്? നമ്മളൊന്നും മനസ്സിൽ അത് പോലെപ്പെടുത്താൻ പറ്റൂല. അത് അപ്പോൾ എന്തൊരു വിശപ്പായിരിക്കും. ഒരു തുണി കെട്ടുക എന്നുള്ളത് നമ്മുടെ അളവിലുണ്ടായിട്ടില്ല. ഇത് തുണി കെട്ടിയിട്ടും നിൽക്കാത്ത വിശപ്പാകുമ്പോൾ ആ കല്ല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ തുണി കെട്ടുക എന്ന് പറഞ്ഞെങ്കിൽ എന്തായിരിക്കും ആ വിശപ്പ്? സഹാബികൾ ഒരു കല്ല് വെച്ച് കെട്ടിയതുണ്ടായിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല എന്നൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് 2 കല്ല് വെച്ചിട്ട് കെട്ടുക എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര വിശപ്പ് സഹിച്ചിട്ടുണ്ടാവും. സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം മുസല്ലി വസല്ലം ബാരിക അല നബിയിന മുഹമ്മദ്. അങ്ങനെയാണ് അവർ കിടന്ന് കുഴിക്കുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കൊരു ആശ്വാസം പറഞ്ഞിട്ടാണ് പറയുന്നത്, വല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന ഫഅൻസിലൻ സകീനതൻ അലൈന വബാരിക്കിൽ അൻസാറ വൽ മുഹാജിറ വബാരിക്കിൽ അൻസാറ വൽ മുഹാജിറ അല്ലെങ്കിൽ ഫഗ്ഫിർ ലിൽ അൻസാരി വൽ മുഹാജിറ, അങ്ങനെയൊക്കെ ഉണ്ട് പല റിപ്പോർട്ടുകളും. അപ്പോൾ റസൂൽ ഇത് പാടി ഇങ്ങനെ വരികയാണ്. അത് അവർക്കൊരു ആവേശം ആകാൻ വേണ്ടിയിട്ട്. അപ്പോഴാണ് അവർ തിരിച്ചു പറഞ്ഞത്, നഹ്നുല്ലദീന ബയഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖൈന അബദ വൽ മുശ്രികൂന ഖദ് ബഗൗ അലൈന വഇൻ അറാദു ഫിത്നതൻ അബൈന. അപ്പോൾ നിസ്ലാസ്ലം തങ്ങളും അവരും കൂടിയിട്ട് അബൈന 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 എന്ന് പാടി എന്നാണ്. മനസ്സിലായോ? അവിടെ പിന്നെ ഈ പാട്ട് പാടുന്ന നിസ്ലാസ്ലം ഇത് പാടി വരുന്നത് ഇവർക്കൊരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ്. പിന്നെ അവർ പ്രതികരിച്ചപ്പോൾ നിസ്ലാസ്ലം അവർ ആശ്വസിപ്പിക്കുകയാണ്, ഞങ്ങളിത് എറിഞ്ഞു പോകില്ല എന്നുള്ള അർത്ഥത്തിൽ. പിന്നെ അബൈന അബൈന ഒന്നിച്ച് പാടിയത് പിന്നെ ആ ഒരു പിന്നെ ഓൽക്കൊരു ആത്മധൈര്യവും ആവേശമൊക്കെ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ്. അതിൽ ഒരു നിവേദനത്തിൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു നിവേദനത്തിൽ കാണാം, തല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന വലാ തസദ്ദഖ്ന വലാ സല്ലൈന എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടിയത്. തല്ലാഹി ലൗലല്ലാഹു മഹ്തദൈന, തല്ലാഹി അള്ളാഹുവാണ് സത്യം, ലൗലല്ലാ അള്ളാഹു ഇല്ലായിരുന്നുവെങ്കിൽ മഹ്തദൈന ഞങ്ങൾ സന്മാർഗം പ്രാപിക്കുമായിരുന്നില്ല, വലാ തസദ്ദഖ്ന വലാ സല്ലൈന ഞങ്ങൾ നിസ്കരിക്കുകയോ സദഖ ചെയ്യുകയോ ചെയ്യുമായിരുന്നില്ല എന്ന് അർത്ഥത്തിൽ പാടി എന്നാണ്. മനസ്സിലായി? അപ്പോൾ അവിടെ ആ തല്ലാഹി എന്നുള്ള സത്യം അവിടെ വന്നത് അത് നിസ്ലാസ്ലം പ്രയോഗിച്ചത് എന്തിനാണ്? അവിടെ ആ സത്യം ചെയ്ത് പറയുന്ന കാര്യം അതിൻ്റെ ആ ഒരു പിന്നെ
പിന്നെ ഗാംഭീര്യം, അതിൻ്റെ ഒരു പ്രാധാന്യം അതൊക്കെ നന്നായി ബോധ്യപ്പെടാനാണ്. ഏതായാലും ഈ വല്ലാഹി ബില്ലാഹി എന്ന് പറയും, തല്ലാഹി എന്ന് വിരളായിട്ട് പറയും. പിന്നെ വാ വെച്ചിട്ടുണ്ടല്ലോ, വാ വെച്ചിട്ട് വറബ്ബിൽ കാബ എന്ന് പറയും, വറബ്ബിൽ കാബ. അതേപോലെ തന്നെ ബി വെച്ചിട്ട് അങ്ങനെ പറയും, പിന്നെ ബിറബ്ബിൽ കാബ, കാബയുടെ റബ്ബാണ് സത്യം എന്ന അർത്ഥത്തിൽ. എന്നാൽ താ വെച്ചിട്ട് തല്ലാഹിനെ പറയുള്ളൂ, റബ്ബിൽ കാബ എന്ന് പറയില്ല. ഇതിലങ്ങനെ പറയില്ല. താ കൊണ്ടാണ് സത്യം ചെയ്യണമെങ്കിൽ എന്തേ പറയുള്ളൂ, തല്ലാഹി എന്നേ പറയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇത് വെച്ചിട്ടുള്ള സത്യം അത് അള്ളാഹ് എന്നുള്ളതിൽ പരിമിതമാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഏതായാലും ഈ 3 പ്രയോഗങ്ങളിൽ ഏറ്റവും ഗൗരവപ്പെട്ടതിനാണ് എന്ത് ചെയ്യുക, ഇങ്ങനെ തല്ലാഹി എന്ന് പ്രയോഗിക്കുക. അതാണ് അവർ പ്രയോഗിച്ചത്. കാലു, യൂസുഫിൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു, തല്ലാഹി, അള്ളാഹുവാണ് സത്യം, അള്ളാഹുവാണ് സത്യം. കാരണം അവിടുത്തെ ഭയങ്കര ഷോക്കായിപ്പോയി, തങ്ങൾ മോഷ്ടാക്കളാണ് എന്ന് പറയുന്നത്. അവർ മോഷ്ടാക്കളാണ് സംഭവം. യൂസുഫിനെ തന്നെ മോഷ്ടിച്ച് കൊണ്ടുപോയി കിണറ്റിലിട്ടവരാണ്. അതാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ പറഞ്ഞത് ഇവിടെ അല്ലേ, ഇന്നക്കും സാരിക്കും എന്നാണ്, നിങ്ങൾ മോഷ്ടാക്കളാണെന്നാണ് പറഞ്ഞത്. രാജാവിൻ്റേത് കത്തവരാണെന്ന് പറഞ്ഞിട്ടില്ല. ഇന്നക്കും സാരിക്കൂന സിഖായ എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സുവാൽ മലിക് എന്ന് പറഞ്ഞിട്ടില്ല. ഇത് കാണാതായ സമയം അവരോട് പറഞ്ഞു ഇന്നക്കും സാരിക്കും, നിങ്ങൾ മോഷ്ടാക്കളാണ്. അത് ശരിയാണ്, അവരെ സംബന്ധിച്ചു കൊടുത്തോളം അവർ മോഷ്ടാക്കളാണ്. പക്ഷേ അവർ വിചാരിച്ചെന്താണ്, സിഖായത്ത് മോഷ്ടിച്ചു അല്ലെങ്കിൽ സുവാൽ മലിക്ക് മോഷ്ടിച്ചു എന്നാണ്. അതാണ് അവർ പറഞ്ഞത്. അതവർ ചെയ്തിട്ടില്ല. തല്ലാഹി, അള്ളാഹുവാണ് സത്യം. ലഖദ് അലിംതും മാ ജിഇനാ ലിനുഫ്സിദ ഫിൽ അർദ്. ലഖദ് അലിംതും, ദാ ലഖദ് അലിംതും അള്ളാഹുവാണ്. വല്ലാഹി ലഖദ് അലിംതും, തീർച്ചയായും നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു, നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അലിംതും എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കി. ഖദ് അലിംതും, തീർച്ചയായും നിങ്ങൾ മനസ്സിലാക്കി. ലഖദ് അലിം എന്ന് പറഞ്ഞാൽ വല്ലാഹി ലഖദ് അലിംതും, തല്ലാഹി, ഇവിടെ തല്ലാഹി ഇവിടെ ഉണ്ട്. പിന്നെ അപ്പോൾ ഇത് ലാം തൗക്കിയൽ ഖസമാണ്. ലഖദ് അലിംതും, നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ മനസ്സിലാക്കിയത്? മാ ജീന, ഞങ്ങൾ വന്നിട്ടില്ല. ഞങ്ങൾ വന്നിട്ടില്ല. എന്തിനു വന്നിട്ടില്ല? ലിനുഫ്സിദ ഫിൽ അർദ്. ലിനുഫ്സിദ, കുഴപ്പം സൃഷ്ടിക്കാൻ, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി. എവിടെ? ഫിൽ അർദ്. ഫിൽ അർദ് എന്നാൽ ഈ നാട്ടിൽ മിസ്ർ ദേശത്ത്. അൽ അർദ് എന്നാൽ ഇവിടെ ഭൂമി എന്ന അർത്ഥത്തിലല്ല, പിന്നെയും ഈ അർദ് മിസ്ർ, ഈജിപ്റ്റ് ദേശം, ഈ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിട്ടില്ല എന്നുള്ളത് ലഖദ് അലിംതും, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് പറയണം. വമാ കുന്ന സാരിഖീൻ, വമാ കുന്ന, ഞങ്ങളായിട്ടില്ല, സാരിഖീൻ, മോഷ്ടാക്കൾ, ഞങ്ങൾ മോഷ്ടാക്കളായിട്ടില്ല അല്ലെങ്കിൽ ആയിരുന്നില്ല എന്നതും, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവരാണ്, കുഴപ്പമുണ്ടാക്കുവാൻ വേണ്ടി ഞങ്ങൾ വന്നിട്ടില്ല എന്നതും ലഖദ് അലിംതും, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതെങ്ങനെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഇവർ പറയാം? സഹോദരങ്ങളാണ് പറയുന്നത്. ആരോടാണ് പറയുന്നത്? മിസ്രകാരോടാണ്. അസീസ് മിസ്ർ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ള മിസ്രകാരോട് പറയാണ് ലഖദ് അലിംതും, നിങ്ങൾക്കത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ അവർക്ക് ബോധ്യപ്പെട്ട്? ബിനിയാമീനെ അതിനിപ്പോൾ കിട്ടുമോ? മാജീനാലി നുഫ്സിദ ഫിൽ ഒമാ കുന്ന സാരിക്ക്. അതിൽ തഫ്സീറു അൽ അലൂസിയിൽ അബൂ ഹയ്യാൻ ഒരു നിവേദനം കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറെ ചില തഫ്സീറുകളിൽ ഇവർ യാത്രാമൃഗങ്ങളുടെ പുറത്താണല്ലോ വരുന്നത്. യാത്രാമൃഗങ്ങളുടെ പുറത്താണ് വരുന്നത്. മിക്കവാറും അത് കഴുതകളാണ്, അക്രമക്കുമുള്ള കഴുതപ്പുറത്താണ് വരുന്നത്. ഇവർ പിന്നെ കഴുതപ്പുറത്ത് വരുമ്പോൾ ഇവർ ഈ കഴുതകളുടെയൊക്കെ വായ മൂടി കെട്ടിയിട്ടുണ്ട്, ഇങ്ങനെ വായ കെട്ടിയിട്ടുണ്ട് വരുമ്പോൾ. അതെന്തിനാ വായ കെട്ടണ്? കവർ ചെയ്തിട്ട് എന്തിനാ കൊടുക്കുന്നത് കഴുതകളെ? ഈ പിന്നെ കൃഷി സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ ആ കൃഷി സ്ഥലങ്ങളിൽ നിന്ന് ആരാൻ്റെ ഇത് ഇവർ തിന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ വായ കെട്ടിയിട്ടാണ് ഉള്ളത്. മനസ്സിലായി? അതൊരു തെളിയോ? അങ്ങനെയാണ് ഇവർ വരുന്നത് തന്നെ. രണ്ടാമത്തേത്, ഇവർ പിന്നെ കഴിഞ്ഞ വരവിന് 10 പേര് വന്നല്ലോ. ഇവരെന്ത് ചെയ്തു? അവരുടെ സാധനങ്ങൾ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊടുത്തിട്ട് ഇവിടുന്ന് ഭക്ഷ്യസാധനങ്ങൾ കൊണ്ടുപോയപ്പോൾ എന്ത് ചെയ്തു? ഇവരറിയാതെയാണ് ഈ സാധനങ്ങൾ, അവരുടെ ചരക്കുകൾ ഇവർക്ക് തന്നെ യാബാന ഹദി ബിവാഹത്തുന ഖദർ ഉദ്ദത്തിയിലാണ്. വാപ്പാ നമ്മൾ കൊണ്ടുപോയ ചരക്കുകൾ നമുക്ക് തന്നെ ഇതാ തിരിച്ചു വന്നിരിക്കുകയെന്ന് പറയണം. കനാൻ ദേശത്തേക്ക് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കലേക്ക് ഇവർ 10 പേരും ആദ്യ തവണ വന്നിട്ട് ഭക്ഷ്യസാധനങ്ങൾ വാങ്ങിയിട്ട് പോകുമ്പോൾ അല്ലേ, ഇവർ കൊണ്ടുപോയത് എന്താണ്?
തോല്, ചെരുപ്പ് ഇതൊക്കെയാണ് കൊണ്ടുപോയത്. അത് അവിടെ കൊടുത്തിട്ട് അവിടുന്ന് ഭക്ഷണ സാധനം വാങ്ങിയിട്ടാണ് വരുന്നത്. കനാലിലേക്ക് തിരിച്ചെത്തിയപ്പോൾ ഇവർ കാണുന്നത് എന്താണ്, ഇവർ കൊണ്ടുപോയ തോലും ചെരുപ്പൊക്കെ അവർക്ക് തന്നെ തിരിച്ചു കൊടുത്തിരുന്നു. അത് അവിടുന്ന് കൊടുത്തത് ഇവർക്ക് അറിയില്ല. ഇവിടെ എത്തിയിട്ട് ഇവർ ഇത് തുറന്നു നോക്കുമ്പോഴാണ് അതിൽ ഇത് ഇരിക്കുന്നത് കാണുന്നത്. അപ്പോൾ വാപ്പാനോട് പറയുന്നു, വാപ്പ മാനബി, ഇനി നമുക്ക് അവർ യൂസുഫ് ബിന്യാമീനെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് എന്ത് പ്രൂഫാണ് വേണ്ടത്? ഹാദിഹി ബിബാബിന കഥർ ഉദ്ദത്തയിലൈന, നമ്മൾ കൊണ്ടുപോയ ചെരുപ്പുകളുണ്ടല്ലോ, തോലൊക്കെ ഇതാ നമുക്ക് തന്നെ തിരിച്ച് തന്നിരിക്കുന്നു എന്ന് പറയണം. പക്ഷേ ഇതുവരെ അറിയില്ലല്ലോ നിങ്ങൾ തിരിച്ചു തന്നാൽ നിങ്ങൾക്കുള്ളതാണെന്ന്. അതുകൊണ്ട് തന്നെ ഇവർ ഈ രണ്ടാമത്തെ പോക്കിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇത് അങ്ങോട്ട് തന്നെ കൊണ്ടുപോയിട്ടുണ്ട്, അവരറിയാതെ എത്തതാണോ എന്ന് വിചാരിച്ചിട്ട്. ആദ്യ തവണ കൊണ്ടുപോയ ചെരുക്കൾ തിരിച്ചു തന്നത് ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ രണ്ടാമത്തെ പോക്കിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതവിടെ കൊടുത്ത്. അതാണ് പറയുന്നത്, ലഖദ് അലിൻതും, നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, മാ ജിഇനാലി നുഫ്സിദ ഫിൽ അർദ്, ഞങ്ങൾ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കുന്നതിന് വേണ്ടി വന്നിട്ടില്ല എന്ന കാര്യം. വമാ കുന്നാ സാരിഖീൻ, ഞങ്ങൾ സാരിഖീനല്ല. സാരിഖ് എന്ന് പറഞ്ഞാൽ എന്താ? സറക്ക യസ്രിഖു, മോഷ്ടിച്ചു. സാരിഖ് എന്ന് പറഞ്ഞാൽ മോഷ്ടാവ്, സാരിഖീൻ മോഷ്ടാക്കൾ. മാ കുന്ന, ഞങ്ങളായിരുന്നില്ല സാരിഖീൻ മോഷ്ടാക്കൾ. ഇവിടെ നോക്കിയേ, ഇങ്ങനെ ലക്കതാലിച്ച് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മാ കുന്ന മുഫ്സിദീൻ, ഞങ്ങൾ മുഫ്സിദീങ്ങളല്ല എന്ന് പറഞ്ഞില്ല. ഇവിടെ ഫസാദ് ഉണ്ടാക്കാൻ വന്നിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ്. ഞങ്ങൾ മുഫ്സിദീങ്ങളായിരുന്നില്ല എന്ന് അവർ പറയണില്ല. ഇതേപോലെ ഞങ്ങൾ മോഷ്ടാക്കളായിരുന്നില്ല അവർ പറഞ്ഞു, കാരണം അവർ മോഷ്ടാക്കളായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ ഫസാദ് ഉണ്ടാക്കുന്നവരല്ല എന്നല്ല അവർ പറഞ്ഞത്. ഇവിടെ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഓല അളവിൽ ഫസാദ് ഉണ്ടാക്കൽ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഓൽക്ക് അത് തീർത്ത് പറയാൻ വയ്യ. അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ ഫസാദ് ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിട്ടില്ല. ഞങ്ങൾ ഫസാദൊക്കെ ഉഷാറാക്കി ഉണ്ടാക്കിയിരുന്നു, വാപ്പാനോടും അതേപോലെ തന്നെ ഞങ്ങളുടെ സഹോദരനോടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് അവരുടെ ആ പ്രയോഗം ഇങ്ങനെ വന്നത്, മാ ജിഇനാലി നുഫ്സിദ ഫിൽ അർദ് വമാ കുന്നാ സാരിഖീൻ, ഞങ്ങൾ സാരിഖീങ്ങളല്ല എന്നാണ് പറയണം അവരെ കുറിച്ച്. കാരണം എന്താ, ഈ സരിഖയിൽ മോഷണത്തിൽ ഫസാദും ഉണ്ട് അല്ലേ? മോഷണത്തിൽ ഫസാദുണ്ട്, പിന്നെ മോഷണത്തിൽ എന്തുണ്ട്? മോഷ്ടിക്കുക എന്നുള്ള മറ്റൊരു അപരാധം കൂടിയുണ്ട്. ഫസാദും പിന്നെ വേറൊരു കുറ്റം കൂടി കൂടിയതാണ് സരിഖ. അതുകൊണ്ട് തന്നെ അവർ ഫസാദിനെ കുറിച്ച് പ്രത്യേകം പറഞ്ഞ് പിന്നെ തങ്ങൾ മോഷ്ടാക്കളല്ല എന്നുള്ള വിഷയവും അവർ പറഞ്ഞു എന്നുള്ളതാണ്. ഖാലൂ തല്ലാഹി ലഖദ് അലിംതും മാ ജിഇനാ ലിനുഫ്സിദ ഫിൽ അർദി വമാ കുന്നാ സാരിഖീൻ. ഇവിടെയൊക്കെ നോക്കി നിങ്ങൾ, നമുക്കിതിൽ വന്നോ? അല്ല, ഇത് എടുത്തിട്ടില്ലല്ലേ സാധനം, സഹോദരൻ്റെ ഭാണ്ഡത്തിൽ നിന്ന് എടുത്തിട്ടില്ല അല്ലേ? പിന്നെ അത് വന്നിട്ടില്ല. അതിനടുത്തതാണ് നമുക്ക് ഇൻഷാല്ലാ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷമാണ് അതിനെക്കുറിച്ച് പറയാം ചില കാര്യങ്ങൾ. കുറ്റം ചെയ്തു എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉള്ള വിഷയങ്ങൾ ഇവിടെ. ഖാലൂ ഫമാ ജസാഉഹു ഇൻ കുൻതും കാദിബീൻ. ഖാലു, അപ്പോൾ കൊട്ടാരത്തിലുള്ളവർ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെയുള്ള ആളുകളുണ്ടല്ലോ, അവർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ഉൾപ്പെടെയുള്ളവർ, ഖാലു, അവർ ചോദിച്ചു, ഫമാ ജസാഉഹു ഇൻ കുൻതും കാദിബീൻ. എന്താ ഫമാ ജസാഉഹു, അപ്പോൾ എന്താണ് ജസാ, പ്രതിഫലം? ഫമാ ജസാഉഹു, അതിനുള്ള പ്രതിഫലം, ഇല്ലെങ്കിൽ അവൻ്റെ പ്രതിഫലം. ഇവിടെ ജസാ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രതിഫലം എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ശിക്ഷയാണ്. ഇഖാം, ഇഫാഫാഉൽ ഫസീഹ എന്ന് പറയും. ഖാലു, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയും കൂടെയുള്ളവരും ചോദിച്ചു, പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതൊക്കെ ഞങ്ങൾ കേട്ടു. നിങ്ങൾ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ മോഷ്ടാക്കളല്ല, കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി വന്നവരല്ല എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, അതൊക്കെ ഞങ്ങൾ കേട്ടു, റെഡി. മാ ജസാഉഹു, അവനുള്ള ശിക്ഷ എന്താണ്? അവനുള്ളതെന്ന് പറഞ്ഞാൽ ആരെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ആ മോഷ്ടാവിനുള്ള ശിക്ഷ എന്താണ്, അല്ലെങ്കിൽ മോഷ്ടിച്ച വസ്തുവിനുള്ള ശിക്ഷ എന്താണ്? ഇൻ കുൻതും കാദിബീൻ, ഇൻ കുൻതും നിങ്ങളാണെങ്കിൽ, കാദിബി കാദിബ് കളവ് പറയുന്നവർ, നിങ്ങൾ കളവാണ് പറയുന്നത് എങ്കിൽ, കളവ് പറയുന്നവരാണ് എങ്കിൽ ഈ മോഷ്ടാവിനുള്ള ജസാ ശിക്ഷ എന്താണ്?
അതവർ ചോദിച്ചു. കാലു, അപ്പോൾ യൂസുഫിൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു, ജസാഊഹു, മോഷ്ടാവിൻ്റെ ശിക്ഷ അത് മൻ വുജിദ ഫി റഹ്ലിഹി ഫഹുവ ജസാഉ. മൻ വുജിദ ഫി റഹ്ലിഹി, ഉജിത എന്ന കാണപ്പെട്ടു, ഫി റഹ്ലിഹി, റഹൽ എന്ന് പറഞ്ഞാൽ യാത്ര സാമഗ്രികൾ. മൻ വുജിദ ഫി റഹ്ലിഹി, ആരുടെ റഹലിലാണോ അത് കാണപ്പെട്ടത് വഹുവ, അവനാണ് ജസാഉഹു, ഈ മോഷ്ടിച്ച വസ്തുവിൻ്റെ ശിക്ഷ. മൻ വുജിദ ഫി റഹ്ലിഹി ഫഹുവ ജസാഉ. ഇവിടെ വുജിദ എന്ന അത് കാണപ്പെട്ടു മോഷ്ടിച്ച വസ്തു, മോഷണദ്രവ്യം അത് കാണപ്പെട്ടു. മൻ വുജിദ ഫി റഹ്ലിഹി, ആരുടെ റഹലിലാണോ മോഷ്ടിക്കപ്പെട്ട വസ്തു കാണപ്പെട്ടത് അവൻ, ഫഹുവ, അവനാകുന്നു ജസാഉഹു, അതിൻ്റെ ശിക്ഷ. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഷ്ടിച്ചവൻ ബന്ദിയാക്കപ്പെടുക, ശിക്ഷിക്കപ്പെടുകയല്ല, ബന്ദിയാക്കപ്പെടുക. മോഷ്ടിച്ചവൻ പിന്നെ അടിമയാക്കപ്പെടുക, ബന്ദിയാക്കപ്പെടുക, അവന് അടിമയാക്കപ്പെടുക, അതാണ് ശിക്ഷ. മോഷ്ടിച്ചവൻ എന്ത് ചെയ്യണം? ബന്ദിയാക്കി പിടിക്കപ്പെടണം. എന്നിട്ട് അവൻ വൃത്യനായിട്ട് ജോലി ചെയ്യണം, അതാണ് ശിക്ഷ. അതാര് പറഞ്ഞു? യൂസുഫിൻ്റെ സഹോദരങ്ങൾ പറഞ്ഞു. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീഅത്തിൽ കനാൻ ദേശത്ത് മോഷ്ടാവിനെ പിടിച്ചാൽ പിന്നെ കൈകൊത്തലായിരുന്നില്ല ശിക്ഷ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫൈനിടലായിരുന്നില്ല ശിക്ഷ. പിന്നെ ആ മോഷ്ടാവിനെ എന്ത് ചെയ്യുക? അടിമയാക്കുക. എന്നിട്ട് ആ മോഷ്ടാവ് ആരെയാണ് മോഷ്ടിച്ചത് അവിടെ വൃത്യനായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുക്കൽ വൃത്യനായിട്ട് കഴിയുക എന്നുള്ളതാണ് അയാൾക്കുള്ള ശിക്ഷ. അതാണ് അവർ പറഞ്ഞത്. അതിന് മനസ്സിലാക്കാം. ഇതിപ്പോൾ യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം ആരാ? ഇസ്രായേലല്ലേ? ഇസ്രായേലിയരുടെ ആദ്യകാലത്ത് അങ്ങനെയായിരുന്നു ശിക്ഷ. മോഷ്ടിച്ചവനെ പിടിച്ചാൽ അവൻ എന്ത് ചെയ്യണം? അടിമയായി ജോലി ചെയ്യാൻ എന്നുള്ളതാണ് ശിക്ഷ. അത് ചിലപ്പോൾ 1 വർഷമോ അങ്ങനെയൊക്കെ തെറ്റിയിട്ടുണ്ട്, 1 വർഷം അങ്ങനെ ജോലി ചെയ്യുക, പിന്നെ അയാൾ മോചിക്കപ്പെടുന്നുള്ളത്. ഇല്ല, ഈജിപ്തിൽ അങ്ങനെയല്ല, ഈജിപ്തിൽ വേറെയാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ വരും മാക്കാനലി അഹാഹു ഫീ ദീനിൽ മലി ഇല്ലാ യശാ എന്ന് പറയുന്നുണ്ട്. ഈജിപ്തിൽ അതല്ല. ഇവിടെ പിന്നെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ബിന്യാമീനെ കിട്ടണം. അതിന് ഇത് പ്രകാരം പറ്റൂല, ഈജിപ്തിലെ നിയമപ്രകാരം പറ്റൂല. അതുകൊണ്ടാണ് കനാനിലെ നിയമപ്രകാരം ഇത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തന്ത്രമാണ്. ഇവിടെ പറയുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ കിജ്നാലി യൂസുഫ് എന്നല്ലേ, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വേണ്ടിയിട്ട് നാം തന്ത്രം പ്രയോഗിച്ച് പറയുന്നത്. അള്ളാഹു പ്രയോഗിച്ച തന്ത്രം ആണത്. അതിൽപ്പെട്ടതാണ് പിന്നെ 1 ഇത് വെച്ചത്, സുവാ വെച്ചത്, 2 സുവാഉൽ മലിക്ക് വെച്ചത്. ഏതെങ്കിലും ഒരു പൊട്ടണ പാത്രം എടുത്ത് വെച്ചിട്ടില്ല, പിന്നെയോ രാജാവിൻ്റെ സുവാഴിനെയാണ് എടുത്തു വെച്ചത്. അതിൽ രണ്ടാമത്തെ ഈ തന്ത്രത്തിൻ്റെ രണ്ടാമത്തെ വകുപ്പാണ്. 3-ാമത്തേത് പിന്നെ അവരോട് ചോദിക്കുകയാണ്, എന്ത്? നിങ്ങൾ മോഷ്ടിച്ചവൻ പിന്നെ നിങ്ങൾ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എങ്ങനെ നിങ്ങൾ ശിക്ഷ വിധിക്കുന്നു? അങ്ങോട്ട് ചോദിക്കുകയാണ്. അത് ഈ തന്ത്രമാണ്. എന്നെന്തെങ്കിലും തന്നെ ബിന്യാമീനെ അവിടെ പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. പിന്നെ ആ തന്ത്രത്തിന് 4-ാമത്തേതാണ് ഇനി നമുക്ക് വരും. എന്ത്? ഇപ്പോൾ ബദാബി അവഴയത്തെയും കബലബി ആയി അഹി. എവിടെയാണ് ഈ സാധനം ഉള്ളത്? അത് ആദ്യം തപ്പിയില്ല, മറ്റോലെയാണ് തപ്പിയത് അല്ലേ? മറ്റോലൊക്കെ തപ്പിയിട്ട് അബുഹയ്യാൻ പറയാണ്, മറ്റോലൊക്കെ തപ്പി 10 പേര് തപ്പി, ഒക്കെ മുതിർന്നവർ, പിന്നെ ചെറിയവനാണ്. അപ്പോൾ അവിടെ ഒന്നും കണ്ടില്ല. അപ്പോൾ യൂസുഫ് അലൈഹി സ്വലാമക്ക് ബോധം തുറന്നപ്പോൾ അവൻ്റെ തപ്പണ്ട, നിങ്ങൾ പോയിക്കോയെന്ന് പറയാണ്. അപ്പോൾ അവർ പറയാനില്ല, ഓൻ്റെയും കൂടി തപ്പണം, കാരണം നമുക്കും ഒരു സുഖം കിട്ടണം, നമുക്കൊരു റാഹത്തുണ്ടാകണം. നമ്മളങ്ങനെ ഒരു പിന്നെ എന്താ പറയുക, ഇരട്ടിലോ എന്ന് പോകേണ്ട അങ്ങനെ ഉണ്ടല്ലോ, അങ്ങനെ വന്നാണ്ട് പിന്നെ അവിടെ തപ്പിക്കുകയാണ്. അപ്പോൾ തപ്പിക്കോളാണ് ഇത് ഇങ്ങോട്ട് വരുന്നത്. അത് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിന്നെ ഈ പിന്നെ തന്ത്രത്തിൻ്റെ ഒരു 4 അവസ്ഥ പറയുന്നുണ്ട്, അങ്ങനെ അതിൽപ്പെട്ടതാണ്. അലാക്കുല്ലി ഇവിടെ ഖാലു ജസാഉഹു മൻ വുജിദ ഫീ റഹ്ലിഹി ഫഹുവ ജസാഉഹു എന്ന് പറയുന്നു. അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. കദാലിക നജ്സി അദ്ദാലിമീൻ, കദാലിക ഇതുപോലെ നജ്സി അദ്ദാലിമീൻ, ഞങ്ങൾ ബാലിമീങ്ങൾക്ക് പ്രതിഫലം നൽകും എന്ന് പറയുന്നത്. അത് ഈ സഹോദരങ്ങൾ പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ കദാലിക ഇതുപോലെയാണ് എന്ന് പറഞ്ഞെങ്കിൽ ആരാണ് മോഷ്ടിച്ചത് ആ മോഷ്ടിച്ചവനെ പിടിച്ചു വെക്കുക.
എന്നിട്ട് അവനെ ഒരടിമയാക്കിയിട്ട് ഉപയോഗപ്പെടുത്തുക. ഇതുപോലെയാണ് നജ്സി ബാലിമീൻ, ഇത്തരം മാലിമീങ്ങൾക്ക് ഞങ്ങൾ പ്രതിഫലം നൽകുന്നതെന്നാണ്. ഇവിടെ മാലിമീൻ എന്ന ഉദ്ദേശം ഈ മോഷ്ടാക്കളായ അക്രമികൾക്ക് ഞങ്ങൾ ഇങ്ങനെയാണ് പ്രതിഫലം നൽകുന്നത് എന്ന് ഈ സഹോദരങ്ങൾ പറയാം. അപ്പോൾ ഇവിടെ ഇത് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് ഇങ്ങനെയാണ് ശിക്ഷ. എന്ത് ശിക്ഷ? മോഷ്ടിച്ചവനെ പിടിച്ചു വെക്കുക എന്നുള്ളത്, അടിമയാക്കുക എന്നുള്ളത്, ഷാദിമാക്കുക എന്നുള്ളത്. പിന്നെ ഈ കൈവെട്ടുന്ന വിഷയം അതെപ്പോൾ എന്നാ? അത് ഇസ്രായേലിയരിലുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മക്കം ഫതഹിൻ്റെ അവസരത്തിൽ ബനു മഖ്സൂം കുടുംബത്തിലെ ഒരാൾ ഒരു സ്ത്രീ മോഷ്ടിച്ചു. മഖ്സൂമിയ, ബനു മഖ്സൂം ഗോത്രത്തിലെ ഒരു പെണ്ണ് മോഷ്ടിച്ചു. ബനു മഖ്സൂം ഭയങ്കര തറവാടി സ്ത്രീ കുടുംബമല്ലേ, ഭയങ്കര തറവാടികളാണ്. അതിലൊരു പെണ്ണാണ് മോഷ്ടിച്ചത്. അപ്പോൾ മോഷ്ടിച്ചപ്പോൾ പിന്നെ അവർക്കറിയാം എന്ത് ചെയ്യും, കൈ കൊത്തുന്നുള്ളത്. ഇപ്പോൾ ആ പെണ്ണിൻ്റെ കൈ കൊത്തുന്നുള്ളത് അറിയാം. അപ്പോഴാണ് ഈ ബനു മഖ്സൂം കുടുംബം വേഗം ഇളകുന്നത്. അവരെന്ത് ചെയ്തു, ഈ വിഷയത്തിൽ നിസ്ലാസലമ തങ്ങളെ ഒന്ന് പിന്തിരിപ്പിക്കാൻ, കൈകൊത്ത് ശിക്ഷയിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ആരെ ഇടപെടിക്കാൻ പറ്റും, അതാണ് അവർ നോക്കുന്നത്. അപ്പോഴാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ പറയും. ഫാത്തിമയെ കുറിച്ചല്ലേ പറയുന്നത്? അതോ ഉസാമ ഇബ്നു സെയ്ദോ? ഉസാമയാണ് പറയുന്നത്. ഉസാമ ഇബ്നു സെയ്ദിനാണ് അവർ കാണുന്നത്. അങ്ങനെ ഉസാമയോട് പറയാൻ ഈ മഖ്സൂമിയക്ക് വേണ്ടിയിട്ട് ഷഫാഅത്ത് ചെയ്യാൻ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷോഭിച്ചു. ഇസ്ലാം തങ്ങൾ പിന്നെ അവിടെ പറയുന്നുണ്ട്, ഇന്ന ബനി ഇസ്രായീൽ ഇദാ സറഖ ഫീഹിമു ശരീഫു തറക്കൂഹു വഇദാ സറഖ ഫീഹിമുൽ വദിയു ഖതഉ യദഹു എന്ന് പറയുന്നത്. ഇസ്രായേലിയർ അവരിൽ പ്രമാണിമാർ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവർ വിട്ടയക്കും. അവരിൽ പിന്നെ പതിതർ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പിടിച്ചിട്ട് കൈകൊത്തുമായിരുന്നു എന്ന് പറയുന്നു. അഫ്ലാൻ റസൂൽ പറയുന്നത് വൈമുള്ള അലുവാൻ ഫാത്തിമത്ത ബിൻത മുഹമ്മദിൻ സറഖത്ത് ലഖത്താത്തിയത, മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ അലൈഹിസ്സലാം മോഷ്ടിച്ചാലും ഞാൻ കൈകൊത്തുമെന്ന് നസ്ലാസ്ലം നിങ്ങൾ പറയുന്നത്. അവിടെ നോക്കി നിങ്ങൾ ഇസ്രായേലരിൽ ഷെരീഫ് മോഷ്ടിച്ചാൽ കൈകൊത്തും, വെറുതെ വിടും. അതല്ല വധിയും മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ കൈകൊത്തുമായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ ആദ്യകാലത്ത് എന്തില്ല നിയമമല്ല, ഈ കൈകൊത്തുന്ന നിയമമല്ല. അന്ന് ഈ ഇസ്തിറുക്കാക്കാൻ അടിമയായി പിടിച്ചു വെക്കുക എന്നുള്ളതാണ്. പക്ഷേ പിൽക്കാലത്ത് എന്ത് വന്നിട്ടുണ്ട്, ഈ കൈക്കൊത്ത് ശിക്ഷ ഇസ്രായേലിയരിൽ വന്നിട്ടുണ്ട്. കാരണം ഇസ്രായേലിയരിൽ തുടക്കം യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയല്ലേ. യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചല്ല ഈ പറയുന്നത്, ആ കാലത്തെക്കുറിച്ച്, ആ സഹോദരങ്ങളെക്കുറിച്ച്. അവരെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയും 12 സഹോദരങ്ങൾ, അല്ല 11 സഹോദരങ്ങൾ, അവരാണല്ലോ ബനു ഇസ്രായേൽ. അവരുടെ കാലത്ത് ഇതാണ് ശിക്ഷ. പിന്നെ ബനു ഇസ്രായേലിയർ ഉണ്ടല്ലോ, ഇസ്രായേലിയർ എന്ന് പറഞ്ഞിട്ട് പിന്നെ വരുന്നത് ആരാണ്? അത് പിൽക്കാലക്കാരാണ്, യഹൂദർ, ഇസ്രായേലിയർ. അവരിൽ ശിക്ഷ ഈ കൈകൊത്ത് ശിക്ഷയായിരുന്നു എന്നുള്ളതാണ്. ഖാലു ജസാഉഹു മൻ വുജിദ ഫീ റഹ്ലിഹി ഫഹുവ ജസാഉഹു കദാലിക നജ്സി അദ്ദാലിമീൻ. പിന്നെ അതെ ഫബദാദി ഔലിയതിഹി ഖബ്ല വിആയ അഖീഹി സുമ്മ ഇസ്തഖ്ബൽ. നമുക്ക് കുറച്ച് മസാലകൾ പറയാനുള്ള വിഷയമാണ്, കുറച്ച് ചരിത്രങ്ങളോ നമുക്ക് അടുത്ത ക്ലാസ്സിലാവാൻ ഇൻഷാ അല്ലാഹ്. വേദനയില്ല.